വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ തുടർഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നടക്കുന്ന ഈ സുദിനത്തിലേക്ക് എല്ലാ വിശിഷ്ടാതിഥികൾക്കും സ്നേഹം നിറഞ്ഞ നാട്ടുകാർക്കും ഹൃദയംഗമായ സ്വാഗതം ആശംസിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിച്ചേർന്നു കഴിഞ്ഞു. He is currently at the container berth second phase expansion area, ready for the switching on ceremony for piling works of capacity augmentation. 10,000 കോടിയിലേറെ രൂപയുടെ നിക്ഷേപവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഒന്നാം ഘട്ട വാർഷിക സ്ഥാപിത ശേഷിയായ 1 മില്യൺ TEU-ൽ നിന്നും 5.7 മില്യൺ TEU-യിലേക്കുള്ള 5 മടങ്ങായുള്ള ആ ഒരു വളർച്ച, അതിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതിന്റെ തുടക്കത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതിന്റെ എല്ലാം തുടക്കം പൈലിംഗ് വർക്കുകളുടെ നിർമ്മാണ ഉദ്ഘാടനത്തോടുകൂടിയാണ്. ആ ചടങ്ങിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. The Honorable Chief Minister of Kerala, Shri Pinarayi Vijayan, has switched on the piling works for capacity augmentation at the container berth second phase expansion area of Vizhinjam International Seaport. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഒപ്പം മറ്റ് വിശിഷ്ടാതിഥികളും ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ ഈ വേദിയിലേക്ക് എത്തുന്നതാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ തുടർഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനത്തിന്റെ ഔപചാരികമായ ചടങ്ങുകൾ ഈ വേദിയിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആരംഭിക്കുകയാണ്. വികസന വിസ്മയമായ വിഴിഞ്ഞത്തിന് അതിന്റെ ജൈത്രയാത്രയിൽ ഒരു പുതിയ നാഴികക്കല്ലാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. ഇതിൽ പങ്കുചേരാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സുമനസ്സുകൾക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം. വിഴിഞ്ഞം 2.0 is truly loading. അതിന്റെ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിനാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. അത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനാണ് നിർവഹിക്കുന്നത്. ഒപ്പം ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി ശ്രീ സർബാനന്ദ സോനോവാൾജിയും എത്തിച്ചേരുന്നുണ്ട്. ബഹുമാനപ്പെട്ട കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വാട്ടർവേസ് മന്ത്രിയാണ് അദ്ദേഹം. മുൻപ് സൂചിപ്പിച്ചതുപോലെ 1 മില്യൺ TEU-ൽ നിന്നും 5.7 മില്യൺ TEU-ലേക്കുള്ള വളർച്ച, 5 മടങ്ങ് വളർച്ചയ്ക്കാണ് 2028 ഡിസംബറിൽ ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ അത്രമാത്രം വികസനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 2000 മീറ്റർ ബർത്ത് കപ്പാസിറ്റി ആൻഡ് എ ടോട്ടൽ 4 കിലോമീറ്റർ ഓഫ് ബ്രേക്ക് വാട്ടർ ലെങ്ത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞത്തിന്റെ വികസന വഴികളിൽ നമ്മൾ ആരും മുൻകൂട്ടി കാണാത്ത അത്ര വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഡിസംബറിൽ വാണിജ്യ ആവശ്യങ്ങൾക്കായി വിഴിഞ്ഞം തുറമുഖം തുറന്നു എന്ന് നമുക്കറിയാം. അന്നു മുതൽ ഒരു വർഷം പൂർത്തിയായപ്പോൾ 2025 ഡിസംബർ ആയപ്പോഴേക്കും 670 കപ്പലുകൾ, 14.5 ലക്ഷം കണ്ടെയ്നറുകൾ എന്നിവയാണ് നമ്മൾ ഇതിനോടകം തന്നെ വിഴിഞ്ഞം തുറമുഖത്ത് സ്വീകരിച്ചത്. യൂറോപ്പ്, അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്നിങ്ങനെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും നിന്നുള്ള കണ്ടെയ്നറുകളെ നമ്മൾ സ്വീകരിച്ചു, കപ്പലുകളെ നമ്മൾ സ്വീകരിച്ചു. അങ്ങനെ ഭാരതത്തിന്റെ അഭിമാനമായ തുറമുഖമായി വിഴിഞ്ഞം മാറി. ഗ്ലോബൽ ഗ്രീൻ ടെക് എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി അവാർഡ് 2025 ഗ്രീൻ ടെക് ഫൗണ്ടേഷന്റെ ഈ പുരസ്കാരവും കഴിഞ്ഞ വർഷം
വിഴിഞ്ഞം തുറമുഖം സ്വന്തമാക്കി. അതുമാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നറായ MSC ഐറീനയെ നമ്മൾ വിഴിഞ്ഞത്ത് സ്വീകരിച്ചു 2025 ജൂണിൽ. അങ്ങനെ നേട്ടങ്ങളുടെ പട്ടിക നോക്കിയാൽ എണ്ണി പറയാൻ ഒരുപാട് നേട്ടങ്ങളുമായി ഒറ്റ വർഷം കൊണ്ട് തന്നെ വിഴിഞ്ഞം മുന്നിലുണ്ട്. ആ ജൈത്രയാത്രയിലെ ഒരു പുതിയ നാഴികക്കല്ലിനാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഇന്ന് നടക്കുമ്പോൾ പൈലിംഗ് വർക്കിന്റെ സ്വിച്ചിംഗ് ഓൺ സെറമണിയാണ്, ആ ചടങ്ങാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ നിർവഹിച്ചത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. കണ്ടെയ്നർ ബർത്തിന്റെ രണ്ടാം ഘട്ട എക്സ്പാൻഷൻ നടക്കുന്ന ആ ഒരു പ്രദേശത്താണ് മുഖ്യമന്ത്രി എത്തിയതും സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചതും. The Honorable Chief Minister of Kerala, Shri Pinarayi Vijayan, along with our chief guest, Shri Sarbananda Sonowal ji, Honorable Union Minister for Ports, Shipping and Waterways, with the other respected ministers and guests are ready to now take stage. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നമ്മുടെ മുഖ്യാതിഥിയും മറ്റ് വിശിഷ്ട വ്യക്തികളും ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ ഈ വേദിയിലേക്ക് എത്തുകയാണ്. അതോടുകൂടി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ തുടർഘട്ട വികസന നിർമ്മാണ ഉദ്ഘാടന ചടങ്ങ് ഈ വേദിയിൽ സമാരംഭിക്കുകയാണ്. പൊതുപ്രവർത്തന രംഗത്തു നിന്നുള്ള, സാമൂഹ്യ സാംസ്കാരിക രംഗത്തു നിന്നുള്ള നിരവധി പ്രമുഖർ, നേതാക്കൾ ഇന്നിവിടെ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഏവരും വേദിയിലേക്ക് എത്തുന്നു. സാന്നിധ്യമായി ഇന്ന് ഈ വേദിയിലുള്ളത് ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ MP അഡ്വക്കേറ്റ് അടൂർ പ്രകാശ്, ബഹുമാനപ്പെട്ട MLA വർക്കലയിൽ നിന്നുള്ള MLA ശ്രീ V. ജോയ്, ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ MLA ശ്രീമതി OS അംബിക, ചിറയൻകീഴ് MLA ശ്രീ V. ശശി, ഇവരൊക്കെ സാന്നിധ്യമായി ഇന്ന് വേദിയിലുണ്ട്. കഴക്കൂട്ടം MLA ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, വാമനപുരം MLA ശ്രീ DK മുരളി എന്നിവരൊക്കെയും ഈ വേദിയിൽ നമ്മളോടൊപ്പം ചേരുന്നു. വട്ടിയൂർക്കാവിന്റെ ബഹുമാനപ്പെട്ട MLA ശ്രീ VK പ്രശാന്ത്, അരുവിക്കരയുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ G. സ്റ്റീഫൻ, പാറശാല MLA ശ്രീ CK ഹരീന്ദ്രൻ, കാട്ടാക്കടയുടെ MLA ശ്രീ IB സതീഷ്, നെയ്യാറ്റിൻകരയുടെ MLA ശ്രീ K. ആൻസലൻ, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി V. പ്രിയദർശിനി, അതുപോലെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശ്രീമതി അനുകുമാരി IAS, കോട്ടുകാൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ഷീജ S, പോർട്ട് വാർഡിന്റെ കൌൺസിലർ ശ്രീ പനിയടിമ, വിഴിഞ്ഞം വാർഡിന്റെ കൌൺസിലർ ശ്രീ KH സുധീർ ഖാൻ, ഹാർബർ വാർഡിന്റെ കൌൺസിലർ ശ്രീമതി ഹഫ്സ സജീന, വെങ്ങാനൂർ കൌൺസിലർ ശ്രീമതി ലതിക കുമാരി, കേരള മാരിടൈം ബോർഡ് ചെയർമാൻ ശ്രീ NS പിള്ള, തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് റെവറൻഡ് ഡോക്ടർ തോമസ് ജെനെറ്റോ, പാളയം ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ VP ഷുഹൈദ് മൗലവി. ഇപ്പോൾ ഇതാ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ഒപ്പം ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ, നമ്മുടെ മുഖ്യാതിഥി ബഹുമാനപ്പെട്ട കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് മന്ത്രി ശ്രീ സർബാനന്ദ സോനോവാൾ ജി,
ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നമസ്കാരം. കേരളത്തിന്റെ വികസനം വിസ്മയമുഖമായി തിളങ്ങി നിൽക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തില് അതിന്റെ ജൈത്രയാത്രയിൽ പുതിയ ഒരു നാഴികക്കല്ലുകൂടി. സംസ്ഥാന സർക്കാരിന്റെ വികസനോന്മുഖമായ ഇടപെടലുകളുടെ ഫലമായി 2045 പൂർത്തിയാകേണ്ടിയിരുന്ന സമ്പൂർണ്ണ വികസനം 2028 യാഥാർത്ഥ്യമാകാൻ പോകുന്നു. 10,000 കോടിയിലേറെ നിക്ഷേപവുമായി നമ്മുടെ ഒന്നാം ഘട്ട വാർഷിക സ്ഥാപിത ശേഷിയായ 1 മില്യൺ TEU-ൽ നിന്നും 5.7 മില്യൺ TEU-യിലേക്കുള്ള 5 മടങ്ങ് വർധനവിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ തുടർഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടന ചടങ്ങിന് ഔപചാരികമായ സ്വാഗതം ആശംസിക്കുന്നതിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ശ്രീ വി ശിവൻകുട്ടിയെ, ഓണറബിൾ മിനിസ്റ്റർ ഫോർ ജനറൽ എഡ്യൂക്കേഷൻ ആൻഡ് ലേബർ, ഗവൺമെന്റ് ഓഫ് കേരള. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ വി എൻ വാസവൻ, തുറമുഖ സഹകരണം ദേവസ്വം വകുപ്പ് മന്ത്രി, ഉദ്ഘാടകനായി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വാട്ടർവേസ് വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ, സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ അനിൽ, വേദിയിലുള്ള MP-മാർ, MLA-മാർ, ഉദ്യോഗസ്ഥ പ്രമുഖർ, ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, ഇന്നൊരു ചരിത്ര ദിനമാണ്. കേരളത്തിൻ്റെ വികസന ഭൂപടത്തിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിൻ്റെ ജൈത്രയാത്രയിലെ അടുത്ത സുപ്രധാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. രണ്ടാം ഘട്ട വികസനത്തിന് തുടക്കം കുറിക്കുമ്പോൾ പുലിമുട്ട് 4 കിലോമീറ്ററായും ബെർത്ത് 2000 മീറ്ററായും കണ്ടെയ്നർ ശേഷി 50 ലക്ഷമായി വർദ്ധിപ്പിക്കുവാൻ പോവുകയാണ്. 55 ഹെക്ടർ കടൽ നികത്തിയെടുത്ത് ലിക്വിഡ് ടെർമിനലും യാർഡും അടക്കം സജ്ജമാകുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച തുറമുഖങ്ങളിലൊന്നായി വിഴിഞ്ഞം മാറുന്നു എന്നതിൽ തർക്കമില്ല. എന്നാൽ ഈ ആഹ്ലാദത്തിനിടയിലും വളരെ ഗൗരവകരമായ ചില യാഥാർത്ഥ്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വം അവകാശപ്പെടാൻ പലരും മത്സരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെന്നാൽ എന്താണ് യാഥാർത്ഥ്യം? വിഴിഞ്ഞത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനം പിതൃത്വം ഏറ്റെടുക്കലല്ല, മറിച്ച് കേരളത്തോടുള്ള അവഗണനയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. നമുക്കറിയാം, ഇത്തരം വൻകിട പദ്ധതികൾക്ക് കേന്ദ്രം വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അനുവദിക്കാറുണ്ട്. നാളിതുവരെ രാജ്യത്തെ ഒരു പദ്ധതിക്കും ബാധകമല്ലാത്ത, ഒട്ടും നീതിയുക്തമല്ലാത്ത നിബന്ധനകളാണ് വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ കേന്ദ്രം അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. VGF എന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതൊരു ഗ്രാന്റ് ആണ്, തിരിച്ചടയ്ക്കേണ്ട വായ്പയല്ല. കൊച്ചി മെട്രോയ്ക്ക് VGF അനുവദിച്ചപ്പോൾ അത് ഗ്രാന്റായിരുന്നു. തൊട്ടടുത്ത തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ഔട്ടർ ഹാർബർ പദ്ധതിക്ക് 1411 കോടി രൂപ അനുവദിച്ചപ്പോഴും അത് തിരിച്ചടയ്ക്കേണ്ടതില്ല എന്നായിരുന്നു തീരുമാനം. എന്നാൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ കേന്ദ്രത്തിന്റെ നിയമം മാറുകയാണ്. വിഴിഞ്ഞത്തിനായി കേന്ദ്രം നൽകുന്ന 817 കോടി 80 ലക്ഷം രൂപ വായ്പയായി കണക്കാക്കി പലിശ സഹിതം തിരിച്ചടയ്ക്കലെന്നാണ് വിചിത്രമായ ഉപാധി. തുറമുഖത്തിന് ലാഭം കിട്ടി തുടങ്ങുമ്പോൾ മുതൽ നൽകേണ്ടി വരുന്ന ഈ തുക തിരിച്ചടവ് പൂർത്തിയാകുമ്പോൾ പലിശയും വരുമാന വിഹിതവും ചേർത്ത് ഏകദേശം 10,000 മുതൽ 12,000 കോടി രൂപയോളം കേരളം കേന്ദ്രത്തിന് നൽകേണ്ടായി വരികയാണ്. വേറെ 817 കോടി നൽകിയിട്ട് അതിന്റെ 10 ഇരട്ടിയിലധികം തിരിച്ചു പിടിക്കുവാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണോ വികസന സഹായമെന്ന് വിളിക്കുന്നത്.
ഈ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ചിലവഴിക്കുന്നത് ചില്ലറ തുകയല്ല. ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിനും ഭൂമി ഏറ്റെടുക്കലിനും റെയിൽ കണക്ടിവിറ്റിക്കുമായി ഏകദേശം 4,775 കോടി 14 ലക്ഷം രൂപയാണ് കേരളം മുടക്കുന്നത്. ഇതൊന്നും തിരികെ പലിശ സഹിതം കിട്ടണമെന്ന് നിബന്ധനയില്ല. മറിച്ച് നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഈ ബാധ്യത ഏറ്റെടുക്കുന്നത്. ഇതിനകം തന്നെ വിഴിഞ്ഞത്ത് ട്രയൽ റണ്ണിന്റെ ഭാഗമായി കപ്പലുകൾ വന്നപ്പോൾ GST ഇനത്തിൽ മാത്രം 182 കോടി രൂപയാണ് കേന്ദ്ര ഖജനാവിലേക്ക് എത്തിക്കഴിഞ്ഞത്. ഭാവിയിൽ പ്രതിവർഷം 6,000 കോടി രൂപയോളം കേന്ദ്രത്തിന് ഈ തുറമുഖം വഴി വരുമാനം ലഭിക്കും. എന്നിട്ട് നൽകുന്ന തുച്ഛമായ വിഹിതം പോലും വായ്പയായി മാറ്റി കേരളത്തെ കണക്കടിയിലാക്കുവാൻ ശ്രമിക്കുന്നത് ഫെഡറൽ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ്. തൂത്തുക്കുടിക്ക് നൽകുന്ന നീതി വിഴിഞ്ഞത്തിന് അനുസരിക്കുന്നത് എന്തിനാണ്? വിഴിഞ്ഞം പദ്ധതിയുടെ യഥാർത്ഥ ശില്പികൾ ഇവിടുത്തെ ജനങ്ങളും നിശ്ചയദാർഢ്യമുള്ള ഗവൺമെന്റുമാണ് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്ന അവസരത്തിൽ ഒരു സന്തോഷകരമായ കാര്യമുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇവിടെ കെട്ടിപ്പടുക്കുന്നതോടൊപ്പം തന്നെ പ്രദേശവാസികൾക്കായി മത്സ്യബന്ധനത്തിന് ഏറ്റവും ആധുനികവൽക്കരിച്ച സൗകര്യങ്ങളോടുകൂടിയ ഫിഷ് ലാൻഡിംഗ് സെന്റർ നിർമ്മിച്ചു നൽകണമെന്ന വാഗ്ദാനവും നടപ്പിലാക്കുകയാണ്. സർക്കാർ അതിന്റെ ഭാഗമായി നവീകരിച്ച ഫിഷ് ലാൻഡിംഗ് സെന്റർ ഡിസൈൻ പ്രദേശവാസികളുടെ കൂടി അഭിപ്രായം അനുസരിച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. പുതിയ ഫിഷിംഗ് ഹാർബർ നിർമ്മാണത്തിന്റെ ഭാഗമായി നിലവിലുള്ള പുലിമുട്ട് നീട്ടാൻ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പാണ് പുലിമുട്ട് നീട്ടുന്ന പ്രവൃത്തി നിർവഹിക്കുന്നത്. ഇതിനായി 125 കോടി രൂപ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് സംസ്ഥാന ഗവൺമെന്റ് കൈമാറിയിട്ടുണ്ട്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എന്റെ കടമയിലെത്തി കടക്കുകയാണ്. ഈ മഹാസമ്മേളനത്തിന് സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ കടമ. ഈ പ്രവൃത്തികൾക്കാകെ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഇതിന്റെ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ശ്രീ VN വാസവനെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ബഹുമാനമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വാട്ടർവേസ് വകുപ്പ് മന്ത്രി ശ്രീ സർബാനന്ദ സോനോവാൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.